കതിർമഴ പൊഴിയും ദീപങ്ങൾ കാർത്തികരാവിൻ കയ്യിൽ ആയിരം പൊൻതാരകങ്ങൾ താഴെ നിറയുമഴകോടെ ഒന്നാനാം കുന്നിന്മേൽ പൊൻവിളക്ക് ഓരടി കുന്നിന്മേൽ നെയ് വിളക്ക് ഒന്നാനാം കുന്നിന്മേൽ പൊൻവിളക്ക് ഓരടി കുന്നിന്മേൽ നെയ് വിളക്ക് രാഗമുല്ലകൾ പൂക്കുന്ന തെളിമാനം ആരെ ആരെയോ തേടുന്നു മിഴിനാളം നീലയവനിക നീർത്തി അണയുക നിശയുടെ കുളിരായി ഒന്നാനാം കുന്നിന്മേൽ പൊൻവിളക്ക് ഒരടി കുന്നിന്മേൽ നെയ് വിളക്ക് ഒത്തിരി ഒത്തിരി ഇരവുകൾ ചിരിയുടെ മുത്തുപൊഴിഞ്ഞൊരു മഴയായി ആ മഴയെ മഴ പൂമഴ പുതുമഴ നന 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 വെണ്ണാളേ ഏഴു ജന്മങ്ങളേഴാം കടലായി എന്റെ ദാഹങ്ങളീറക്കുഴലായി ഏഴു ജന്മങ്ങളേഴാം കടലായി എന്റെ ദാഹങ്ങളേറക്കുഴലായി കാതോർക്കുമോ കണ്ണിക്കളം മായ്ക്കുമോ കല്യാണ തുമ്പിപ്പെണ്ണാളേ ചിരിക്കുന്ന കാൽച്ചലങ്ക താളമായി ചേർന്നുവാ ചിത്രവീണയിൽ നിലാവിൻ മുത്തുമാരി പെയ്യാൻ ഒന്നാനാം കുന്നിന്മേൽ പൊൻവിളക്ക് ഒരടി കുന്നിന്മേൽ നെയ് വിളക്ക് ഇന്നുമയിൽ പേലിക്കാവിൽ തപസ്സല്ലോ കുഞ്ഞു മഞ്ചാടി ചിമിഴിൻ മനസ്സല്ലോ ഇന്നുമയിൽ പേലിക്കാവിൽ തപസ്സല്ലോ കുഞ്ഞു മഞ്ചാടി ചിമിഴിൻ മനസ്സല്ലോ നീരാവുമോ സ്വപ്നം മയിലാകുമോ പീലിപ്പൂ ചൂടാനാണുണ്ടോ തനിച്ചെന്റെ മൺചിരാതിൽ പൊൻവെളിച്ചം കൊണ്ടുവാ തങ്കമോതിരം നിനക്കായി കാത്തു വെച്ചതല്ലേ ഒന്നാനാം കുന്നിന്മേൽ പൊൻവിളക്ക് ഒരടി കുന്നിന്മേൽ നെയ് വിളക്ക് രാഗമുല്ലകൾ പൂക്കുന്ന തെളിമാനം ആരെ ആരെയോ തേടുന്ന മിഴിനാളം നീലയവനിക നീർത്തി അടയുക നിശയുടെ കുളിരായി നീ ഒന്നാനാം കുന്നിന്മേൽ പൊൻവിളക്ക് ഒരടി കുന്നിന്മേൽ നെയ് വിളക്ക് MJ അങ്കിൾ ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരു എവർഗ്രീൻ റൗണ്ട് വരാൻ പോവാണ്. വിളിച്ചാലോ ഒരാളെ? നമ്മുടെ ദുർഗക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ദുർഗ ഓൺ സ്റ്റേജ്. ഹായ് ദുർഗക്കുട്ടി. ഇന്നൊരു റെഡ് കാർപ്പറ്റിനൊക്കെ
കൊണ്ടുപോകാൻ പറ്റിയ ഒരു മോഡൽ ഡ്രസ്സ് വിഷുവിനൊക്കെ കൊണ്ടുപോവാ. വിഷുവിനൊക്കെ കൊണ്ടുപോകാം. അതെ അതെ ഒരു ഫാഷൻ ഷോ വേണമെങ്കിൽ നടത്താം. അതെ റാമ്പ് വാക്ക്, കൊള്ളാം. റാമ്പ് വാക്കിനൊക്കെ കൊള്ളാം. ഇന്ന് വരവ് വളരെ പതിയായിരുന്നല്ലോ. നിത്യഹരിതഗാനം ഏതാണ്? മഴമുകിലുള്ളി വർണ്ണൻ, മധുബാലകൃഷ്ണൻ. ഓ ഓക്കെ. എന്തൊരു സന്തോഷം. അതെ. അത് കൊടമുള്ള കൊണ്ടൊരു കൊരലാരെ കെട്ടിക്കൊടുത്തേ. അയ്യോ. മീനുട്ടാ എന്തോ ഒന്ന് കെട്ടിക്കൊടുത്തേ. ഇപ്പൊ ശരിയാക്കി തരാം. ചുറ്റും ഒന്ന് വരിഞ്ഞാ മതി. അല്ല, ഇങ്ങനെ ഞാൻ പറയാൻ കാരണം നമ്മുടെ BK ഹരിയില്ലേ, ഹരി എപ്പോഴും പറയും. BK ഹരിനാരായണൻ എന്നെ കാണുമ്പോ എപ്പോഴും പാടുന്നത് എങ്ങനെയാ, മഴമുകിലൊളി വർണ്ണൻ മധുബാലകൃഷ്ണൻ. അല്ല, ഞാൻ പറഞ്ഞോണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. ഇല്ലില്ല, ഞാൻ ഉദ്ദേശിച്ചു തന്നെ പറഞ്ഞു. ആണല്ലേ? ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചത്. വിശേഷം എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യൽ ആയിട്ട് പറയാൻ? ഇന്ന് എന്റെ പാട്ട് കാണാൻ ജയനന്ദ ചേച്ചിയും സനില ആന്റിയും ആ. പ്രീത ആന്റിയും ആ. ജയപ്രകാശ് മാമനും ആ. പ്രകാശ് മാമനും വന്നിട്ടുണ്ട്. ഹലോ ആഹാ. എല്ലാവർക്കും ഹലോ. ഹായ്. പ്രകാശ് മാമൻ, പിന്നെ അടുത്ത മാമൻ ജയപ്രകാശ് മാമൻ. ഇതൊക്കെ അമ്മയുടെ ബ്രദേഴ്സ് ആണോ? അല്ല, ഇത് അച്ഛന്റെ കൂട്ടുകാരൻ. അച്ഛന്റെ അച്ഛന്റെ കൂട്ടുകാരാണ്. ഫ്രണ്ട്സ് ആണ്. ഓ ഫാമിലി ഫ്രണ്ട്സ് ആണ് അല്ലേ? അപ്പൊ ഓക്കെ, എല്ലാരും വന്നിട്ടുണ്ട് നമ്മുടെ ദുർഗുവിന്റെ പാട്ട് കേൾക്കാൻ. ഡീറ്റെയിൽസ്. ലിറിക്സ് പി ഭാസ്കരൻ മാസ്റ്റർ, ആ. മ്യൂസിക് AT ഉമ്മർ സാർ, പാടിയത് ജാനകി അമ്മ. മൂവി ആഭിജാത്യം. ആ ഇയർ 1971. ഓക്കെ. ഓക്കെ. കേൾക്കാല്ലേ പാട്ട്? കേക്കാം. Yes. പാട്ട് കേക്കാം. Thank you. All the All the best. best. Thank you. മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി, കൊരലാരം കെട്ടി ഒഴുകിയിടും നാട്ടിന്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു, തഴുകിയിരുന്നു. മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി, കൊരലാരം കെട്ടി. കാളിന്റെ പെണ്ണപ്പോളോള കൈ നീട്ടി കേളിക്കായി കാലിൽ പിടിച്ചു വലിച്ചു. കാളിന്റെ പെണ്ണപ്പോളോള കൈ നീട്ടി കേളിക്കായി കാലിൽ പിടിച്ചു വലിച്ചു. ആളില്ലാ നേരത്തിൻ ഗോപാലകൃഷ്ണൻ നീല നീലാവത്ത് നീന്താനിറങ്ങി, നീന്താനിറങ്ങി. മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി, കൊരലാരം കെട്ടി. കാളിയ
ഗുഡ് ഗുഡ് ഗുഡ്. ഗുഡ്. ദുർഗു, എന്തോ ഇത് ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറുതായിട്ട്. അത് പാടിപ്പോ വന്നതാണോ? ഉം. അത് നേരത്തെ ഉണ്ടോ? എന്ത് പറ്റി ദുർഗു? സാരല്ല. അത് പെട്ടെന്ന് തൊണ്ട ശബ്ദം ഇങ്ങനെ വയ്യാണ്ടുണ്ടോ? ആണോ? ആ. അല്ലാതെ മറ്റേ ആള് വന്നിട്ടുണ്ടോ ദുർഗു? മറ്റേ ആള് ജൽദോഷ് കുമാർ? അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്താ ദുർഗു കുട്ടി, ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാവിലെ പാടിയപ്പോ ഉണ്ടായിരുന്നു. ആണോ? ആ, അപ്പൊ കുറച്ച് സ്ട്രെയിൻ ആയി ഉം. അല്ലേ? ശബ്ദം സ്ട്രെയിൻ ആവാത്ത ഏതെങ്കിലും ഒരാള് ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ? അല്ലെ പിന്നെ റോബോട്ട് ആവണം. ഇല്ലല്ലോ. ശരിയാ. ആ, അപ്പൊ ശബ്ദം ചില ദിവസം പ്രശ്നമാവും. അത് നമുക്ക് പ്രശ്നമാണോ? ആ നമുക്ക് പ്രശ്നമല്ലത്. ആ ഇതൊക്കെ സ്വാഭാവികമല്ലേ? ആ, പിന്നെ ഓഡിയൻസ് അവർക്ക് മനസ്സിലാവൂലേ? അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അല്ലേ? പിന്നെ ആർക്കാ പ്രശ്നം? ദുർഗക്കുട്ടിക്ക് പ്രശ്നമുണ്ടോ? ഉം. ഉണ്ട്. ഉണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്. സാരല്ല കേട്ടോ. ചക്കരയല്ലേ, മുത്തല്ലേ, പൊന്നല്ലേ, കണ്ണല്ലേ? സാരമില്ലടാ ആ. കേട്ടോ. ആ, ചിരി പോരട്ടെ, നല്ലൊരു ചിരി പോരട്ടെ. എന്നാലും ചിരിച്ചോണ്ടാ കരയുന്നേ. അത് കൊള്ളാലേ. ഒരു അതെ, അതെ. എനിക്കിഷ്ടം. ആ കരച്ചിൽ എനിക്ക് ഇഷ്ടമായി. ചിരിച്ചോണ്ട് കരയണ. നല്ല ചിരിയാണ് കേട്ടോ. Thank you. ആ, ആ ചിരി നല്ല കരച്ചിലുമാണ് കേട്ടോ. അത് കൊള്ളാം. ചിരിയും കരച്ചിലും ഒരുമിച്ച് കാണാനുണ്ട്. രസമുണ്ട്. ഇതിലിപ്പോ ഏതിനെ അഭിനന്ദിക്കണ്ടെന്ന് പറയാൻ പറ്റണേ. അല്ല, ആ ചിരിയാണ് ഒരു പൂ വിരിയുന്ന പോലെ ഉണ്ട് കേട്ടോ. ആ, ഇവിടെ നിലാവ് പരക്കുന്ന പോലെ ഉണ്ട്. ആ ചിരി ഒരിക്കലും കളയണ്ട. അതിപ്പോ ഈ സീസൺ 6-ലാണെങ്കിലും ഇത് മുന്നോട്ടാണെങ്കിലും ആ ചിരി എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടാ. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോഴത്തേക്കും എനിക്കും അങ്ങനെയാണ് ഉള്ളിൽ നിന്ന് ഒരു ചിരി വന്നു. എന്താ വെച്ചാ ഇതൊരു സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് ഇറ്റ് ഇസ്. അപ്പോൾ ആ സോങ് സെലക്ഷൻ നല്ലൊരു കൈയുടെ കൊടുക്കും. തീർച്ചയായിട്ടും. മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ഒഴുകിടും നാട്ടിന്റെ കൽപ്പടവിൽ സാരി. പിന്നെ എന്താ വെച്ചാ ഇതിൽ ഒരുപാട് മ്യൂസിക്കൽ പരിപാടികളുണ്ട്. പക്ഷെ ആ പരിപാടികളെയൊന്നും ഞാൻ ഇവിടെ നിരത്തി വെക്കുന്നില്ല. അതിനെ കണക്കെടുക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഇന്ന് ശബ്ദം വയ്യാത്തതുകൊണ്ട് ശബ്ദത്തിനെ അതിൻ്റെ വഴിക്ക് വിട്ടു. എന്തേ? അപ്പൊ മോക്ക് തന്നെ അറിയാം എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് ഒരിടം മാത്രം മനസ്സിലായില്ല. അത് ശബ്ദത്തിന്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. സമത്തിനൊരു മഴമുകിലൊളി വർണ്ണൻ പാടിയില്ലേ? മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ എന്ന് പാടിയില്ലേ? അങ്ങനെ ഉണ്ടോ ശരിക്കും ഒറിജിനൽ പാട്ടിൽ? ലാസ്റ്റ് പല്ലവിയിൽ ലാസ്റ്റിൽ അങ്ങനെ അങ്ങനെ ഉണ്ടോ സുശാന്ത്? ലാസ്റ്റ് ഒന്ന് സമത്തിലാ പാടുന്നത്. ഓക്കെ മഴമുകിലൊളി വർണ്ണൻ. ഓക്കെ. അപ്പോ അത് ആരുടെ തെറ്റായിരുന്നു? എന്റെ എന്റെ പേടിച്ചു തെറ്റാണ്. പോയി എന്റെ അവള്. തെറ്റായിരുന്നു. കാരണം ഞാനത് ശ്രദ്ധിക്കാത്തോണ്ടാണ്. ആ ലാസ്റ്റ് പല്ലവിയിൽ അങ്ങനെ സമത്തിനുണ്ട്. നേരത്തെ വരുന്നത് മഴമുകിലൊളി വർണ്ണൻ എന്നാണ്. ലാസ്റ്റ് പല്ലവിയില് മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ അങ്ങനെയാണ് അല്ലേ? അത് ശ്രദ്ധിച്ച് പാടിയില്ലേ? ആ, അപ്പൊ അതിനൊരു നല്ല കൈയ്യടി കൊടുക്കാം. ഈ കൊരലാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മാല. ആ, മാല. മാല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ വെച്ചാ അത് കുരലാരമാണ്. ശരി, കുരലാരം. അത് നാടൻ ഭാഷയില് കൊരലാരം എന്നാണ്. ഭയങ്കര രസല്ലേ? കൊരലാരം കെട്ടി കൊരലാരം കെട്ടി എന്ന് പാടുമ്പോഴത്തേക്കും എന്തോ ഭയങ്കര അരുമയായിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ ആ മ്യൂസിക്കില്? അതാണ് ഭാസ്കരൻ മാഷ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുരൽ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്ത് അല്ലെങ്കിൽ തൊണ്ട എന്ന് പറയാം. ആ ഹാരം എന്ന് പറയുന്നത് കുരൽ ഹാരം ആണ് ലോപിച്ച് കുരലാരമാവുന്നത്. അതായത് കഴുത്തിന് ചുറ്റുമിടുന്ന ആഭരണമാണ് കുരലാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാലയായിട്ട് നമുക്ക് കാണാം. കൊടമുല്ല കൊണ്ട് ഒരു മാല കെട്ടി എന്ന് വേണമെങ്കിൽ കാണാം. മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണന് അങ്ങനെ ഒരു മാല കെട്ടിക്കൊടുത്തു എന്നാണ് അല്ലേ? അപ്പൊ എന്ത് രസമാണ് അല്ലേ? അപ്പൊ നമുക്ക് കണ്ണനെ ഒരുപാട് സ്നേഹിച്ച് ഈ പാട്ട് പാടാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത ഈ പാട്ടിന്റെ. കിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല
ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം. ശബ്ദം ഒന്ന് മൗനത്തിലൂടെ നമുക്ക് വീണ്ടെടുക്കാം. എങ്ങനെ? മൗനത്തിലൂടെ. മൗനം. മിണ്ടാണ്ടിരുന്നാൽ മതി, ശബ്ദം തിരിഞ്ഞു വന്നോളൂ. നമ്മൾ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് ശബ്ദം നമ്മളോട് പറയണ ബൈ ബൈ എന്ന് പറയണ. അത് വേണ്ട. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കണ്ണുനീര് എന്ന് പറയുന്നത് അത് വളരെ വിലപ്പെട്ടതാണ്. അത് വെറുതെ വേസ്റ്റ് ആക്കാനുള്ളതല്ല കേട്ടോ. അപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞോട്ടെ ഇഷ്ടം പോലെ, പക്ഷെ സങ്കടം കൊണ്ട് വേണ്ട കുഞ്ഞെ കേട്ടോ. അത് ശ്രദ്ധിക്കോ, എപ്പോഴും അങ്കിള് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, ഉള്ളി വെക്കണം കേട്ടോ. ദുർഗക്കുട്ടി, എന്തോ? എന്തിനാണ് വിഷമിക്കുന്നത്? നേരത്തെ പറഞ്ഞില്ലേ ഇതെല്ലാം സ്വാഭാവികമാണ്. മധുവങ്കളിലും ചില ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമിൻ്റെ ദിവസം ശബ്ദം അടഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് പാടാൻ പറ്റാതെ ആയിട്ടുണ്ട്, പലതവണയായിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് മാത്രമല്ല പല ഗായകർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടി വരെ വന്നിട്ടുണ്ട്, എനിക്ക് പകരം വേറെ ആളെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നൊരു കാര്യമായിട്ട് കാണണ്ട. ഇത് ഭാവിയിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. ഇതുപോലുള്ള ഓരോ അവസരങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. മനസ്സിലായത്? ഈ പഠിക്കുന്നത് മുഴുവൻ നമുക്ക് വിജയത്തിലേക്കുള്ള വഴിയാണ്, ചവിട്ടുപടികളാണ്. ഓക്കെ, അപ്പം ഞാനും കൂടുതലായിട്ടൊന്നും കാര്യമായിട്ട് ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ല. പിന്നെ ഒരു കാര്യം മാത്രം, ചരണം കഴിഞ്ഞിട്ട് ഒരു നമ്മൾ ശ്വാസം എടുക്കാനായിട്ടാണോ ഉമിനീരിറക്കാനാണോ ഒരു ലാഗ് വന്നു തുടങ്ങാനായിട്ട്. യെസ്, കറക്റ്റ്. അപ്പോൾ അത് ശബ്ദമായിട്ട് ബന്ധപ്പെട്ടതല്ല, കുഴപ്പമില്ല. അതും എന്ത് ചെയ്യാൻ പറ്റും? ഉമിനീര സമയത്ത് വന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ മനുഷ്യരല്ലേ, അല്ലേ? റോബോട്ടല്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ശബ്ദത്തിന്റെ വയ്യായക ഞങ്ങൾ മനസ്സിലാക്കുന്നു. അടുത്ത തവണ നന്നായി പാടാനായി ദൈവം അനുഗ്രഹിക്കട്ടെ. കുട്ടി, കരയരുത് കേട്ടോ. കരച്ചിലൊക്കെ അങ്ങ് മാറ്റി വെക്കണം നമ്മൾ. എന്നിട്ട് നമ്മുടെ പവർ നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മുടെ ആ ശബ്ദത്തിന്റെ പവർ, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുർഗക്കുട്ടിക്ക് ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായികയ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട്. ശ്രുതിയുണ്ട്, താളമുണ്ട്, ഭാവമുണ്ട്, സംഗതിയുണ്ട്, അല്ലേ? എല്ലാം. ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമുണ്ട്. എന്താണ്? വൈബ്രേഷൻ, വെറ. യെസ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, മൈക്കിന്റെ പൊസിഷൻ, മൈക്ക് പിടിക്കുന്ന രീതി, മൂക്കിനോട് അടുപ്പിക്കാതെ വായോട് അടുപ്പിച്ച് പിടിച്ച് പാടണം കേട്ടോ. അതൊക്കെയാണ് നോട്ടീസ് ചെയ്തത്. പിന്നെ പാട്ടിലത്തെ ദുർഗുവിന് തന്നെ അറിയാം എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വന്നത്, ഗ്ലൂം വരാൻ പോയത്, വരാത്തത്, കറക്റ്റായിട്ട് പറ്റാഞ്ഞത്, അതൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നു പാട്ടിന്റെ അവസാനം എത്തിയപ്പോഴത്തേക്കും, ചരണത്തിന്റെ അവസാനം എത്തിയപ്പോൾ ത്രോട്ടിലൊരു കൊടുങ്ങൽ വന്ന ഒരു സ്ക്രാച്ചി ആയി വോയിസ്. അതുകൊണ്ടാണ് ചോദിച്ചത് ദുർഗുവിന് ശബ്ദം വയ്യാന്ന് പറയുകയും ചെയ്തത്. അതുകൊണ്ട് കാര്യമായിട്ട് പാട്ടിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, മൈക്കിന്റെ പൊസിഷൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അടുത്ത പ്രാവശ്യം മിടുക്കിയാണേ, മിടുക്കിയാണ് കേട്ടോ. അപ്പൊ ബാക്കി ഒരു കാര്യവും ആലോചിക്കേണ്ട, ഇന്നത്തെ ഈ കാര്യം വിട്ടേക്ക്, ഇതെല്ലാം ആലോചിക്കേ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. ക്ലോക്കിലെ സൂചി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി മുമ്പ് നമുക്കിനി വരാനുള്ള കാര്യങ്ങളാണ്. ഫ്യൂച്ചർ മാത്രം ആലോചിച്ചാൽ മതി, മുന്നോട്ടേക്ക് മാത്രം ആലോചിക്കുക. അടുത്ത പെർഫോമൻസ് കലക്കണം. ഓക്കെ, പ്രോമിസ്? പ്രോമിസ്. മിടുക്കി. ദുർഗു, എന്തോ? മയിൽപ്പീലി ഉള്ളാട്ടാ, മൊത്തം മയിൽപ്പീലി. ആരും ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. ഇതാരാണ് ഡിസൈൻ ചെയ്തത് കോസ്റ്റ്യൂം? ഇത് ഞങ്ങളുടെ വീടിന്റെ അവിടെയുള്ള മാവേലിക്കര എക്സ്പോ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന്. മാവേലിക്കര എക്സ്പോവാ? അവിടെ റെഡിമെയ്ഡോ തയ്ച്ചതോ? തയ്ച്ചത്. ആണോ? കൊള്ളാലോ. അവര് നിസ്സാരക്കാരല്ലോ. നമുക്ക് മാവേലിക്കര കുറച്ച് ദൂരത്തായി പോയല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. അതെ. അപ്പൊ ഒരു ഗിഫ്റ്റ് തരട്ടെ. ഇന്ന് ദുർഗുന് എത്രയാണ്? അറിയത്തില്ല. ഞാൻ പറയാം. 96 on 100. ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. അടുത്ത പ്രാവശ്യം നമ്മള് കാലൊക്കെ മാത്രമേ ഉള്ളൂ. ചാച്ചാ, പെട്ടെന്ന് ശരിയാവട്ടെ.
നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഫ്ലോറിൽ ഇനിയൊരു മെലഡി കേൾക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞങ്ങളും വെയിറ്റിംഗ് ആണ് നല്ലൊരു പാട്ട് കേൾക്കാനായിട്ട്. അത് പാടാൻ എത്തുന്നതും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജഗത് കുട്ടൻ ഓൺ സ്റ്റേജ്. നിന്നെ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. ഒരു ഉഷാറില്ല ജഗത് നമുക്ക് കിഷോര ഇവിടെ. ചന്ദ്രശേഖര. കൊറേ ആൾക്കാരെല്ലാം ഫോൺ വിളിച്ചിട്ട് എന്റെ പേര് അതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആണോ? ഓ ശരിക്കും അതാന്ന് വിശ്വസിച്ചു. ചന്ദ്രശേഖരൻ എന്നല്ലേ ഓ ജഗ്ഗു ആയി പോയി ഇടയ്ക്ക്. അപ്പൊ ഇന്ന് ജഗ്ഗു എന്താണ് പാടാൻ പോകുന്നത്? മയ്യഴിപ്പുഴയൊഴുകി. മയ്യഴിപ്പുഴ എവിടെയാണ്? മാഹിയല്ലേ? മാഹി, ആ. അതെ, കണ്ണൂര്. അത് അറിഞ്ഞൂടെ നിനക്ക്? തലശ്ശേരിന്റെ പിന്നെ അടുത്ത്. പറയുന്നത് മധുവങ്ങൾ പറയുമെന്നറിയാമോ വെയിറ്റ് ചെയ്യുന്നത്? ഓ, ഞാൻ പറയുന്നറിയാനായിരുന്നു. മയ്യഴി കണ്ണൂര്. മുകുന്ദൻ സാറിന്റെ ഒരു നോവലല്ലേ? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ആ, അത് ബ്യൂട്ടിഫുൾ ആണ്. യെസ്. അപ്പോൾ മയ്യഴിപ്പുഴ അതിന്റെ കഥ പറയൂ. മൂവി ഉദ്യാനപാലകൻ. ആ യെസ്, കറക്റ്റ്. 1996. ആ. പിന്നെ Music? സാർ, മ്യൂസിക്. മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, ആ, ലിറിക്സ് ലിറിക്സ്. കൈതപ്പുറം സാർ. വെരി ഗുഡ്. മിടുക്കൻ. ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂന്തോട്ടം നോക്കുന്നയാൾ. ആ, correct. യെസ്. പൂന്തോട്ടക്കാരൻ. യെസ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഓൾ ദി Yes, ബെസ്റ്റ്. so all the best. All the best. താങ്ക് യു. മയ്യഴി പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കുകൾ പടവിൽ പാടി കൂവരങ്കിളി. മയ്യഴി പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കുകൾ പടവിൽ പാടി കൂവരങ്കിളി. നിറങ്ങളാൽ സ്വരങ്ങളാൽ പൊന്മുകിൽ പാടിയിൽ ദേവദൂതികമാർ എഴുതി ഭാഗ്യജാതകം. മയ്യഴി പുഴയൊഴുകി തൃക്കാച്ചിലമ്പുകിലുങ്ങി പളുങ്കുകൾ പടവിൽ പാടി കൂവരങ്കിളി. ഇന്നലെ
എഴുതി ഭാഗ്യജാതകം മയ്യഴി പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കുകൾ പടവിൽ പാടി കൂവരം കിളി. സൂപ്പർ സൂപ്പർ. മകനെ ജഗത് കുട്ട, എന്തോ നീ നന്നായി പാടിയിരിക്കുന്നു മകനെ. താങ്ക് യു സാർ. കുറെ നാളുകൾക്ക് ശേഷം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട് അല്ലേ? ആ. വളരെ ഈസി ആയിട്ട് പാടാൻ പറ്റി. മാത്രമല്ല വോയിസിന് ആ സ്ട്രെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, കാറ്റ് ഫീൽ ചെയ്തില്ല ഇന്ന് ഞങ്ങൾക്ക്. സ്മൂത്ത് ആയിരുന്നു. സ്മൂത്ത് ആയിരുന്നു. സാധാരണ പാടുമ്പോൾ ഒരു അടഞ്ഞ പോലെ ഒരു ഇതുണ്ടാവും, കാറ്റ് പോലെ. അതൊന്ന് ഉണ്ടായതേ ഇല്ല. ഭൂരിഭാഗവും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. ആകെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇന്ന്. അനുപല്ലവിയൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഇന്നലെയോളം എല്ലാരും ചൊല്ലി തേനില്ല പൂവിലെന്ന് വെറുതെ. ഇന്നലെയോളം എല്ലാരും ചൊല്ലി തേനില്ല പൂവിലെന്ന്. കാറ്റിന്റെ കൈ തേടുമ്പോഴോ കരളാകവേ പൂന്തേൻകുടം മണവാളനാകാൻ കൊതിച്ചു തുള്ളി തുമ്പി വന്നെത്തി. ചരണം അതുപോലെ തന്നെ വരുന്നു ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ വളരെ മൈന്യൂട്ട്, കുറച്ച് ശ്രുതി പ്രശ്നം, നാഴിയിടം കഴി, ചോറുവിളമ്പി. ഇച്ചിരി പോയി. അതെ, വളരെ മൈന്യൂട്ട്. പിന്നെ കണ്ണാടിയായി അത് ആ ഹൈ പിച്ചിലേക്ക് എത്താണ്ട് വളരെ കുറച്ച് മൈന്യൂട്ടായിട്ട് പ്രശ്നം. പിന്നെ അവസാനം ഒരു കൺഫ്യൂഷൻ. എന്ത് പറ്റിയതാ ലാസ്റ്റ് പല്ലവി? അത് ലാസ്റ്റ് നിർത്തുമ്പോ ഒരു ഗിത്താർ ഉണ്ടേ, ആ അപ്പൊ അത് അവര് കേട്ടില്ല. വായിച്ചപ്പോ കോൺസെൻട്രേഷൻ പോയി. ഓഹോ, ശ്രദ്ധ മാറി. അങ്ങനെ പോകാൻ പാടില്ലല്ലോ. ഓക്കെ, എന്തായാലും അത് മാനേജ് ചെയ്തു. ആ. അത് മാനേജ് ചെയ്ത് പാട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തു. താങ്ക് യു സാർ. അപ്പൊ എന്തായാലും എനിക്ക് ഇന്ന് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഇത് നമ്മുടെ ജഗത് കുട്ടന്റെ ഒരു കംബാക്ക് ആണ്. യെസ്, താങ്ക് യു സാർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ജഗത് കുട്ട, എന്തോ ഇന്ന് ജഗത് കുട്ടന്റെ കംഫർട്ട് സോണിലുള്ള ഒരു സോങ് സെലക്ഷൻ ആയിരുന്നു കേട്ടോ. അതിന് ആദ്യം തന്നെ ഒരു വലിയൊരു കൈ താങ്ക് യു. കേട്ടോ. അതെ, കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. വൺ ഓഫ് ജഗത് കുട്ടൻസ് ബെസ്റ്റ് പെർഫോമൻസ്. മയ്യഴി പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കുകൾ പടവിൽ പാടി കൂവരം കിളി. മയ്യഴി പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കുകൾ പടവിൽ പാടി കൂവരം കിളി. അത് ആ സെലക്ഷന്റെ ഒരു ഗുണം കൊണ്ട് ജഗത് കുട്ടന് പറ്റിയൊരു പാട്ടായതുകൊണ്ടും നല്ലൊരു സെലക്ഷൻ ആയിരുന്നു കേട്ടോ. Thank you. മിടുക്കനായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. നല്ല കറക്റ്റ് റേഞ്ച്, കറക്റ്റ് ശബ്ദത്തിന്റെ ആ ടോണും. ഇന്നെന്താ പറയാ, ഇന്ന് നല്ല ക്ലീൻ ആയിരുന്നു വോയിസ്. Thank you. വോക്കൽസ് നല്ല ക്ലീൻ ആയിട്ടാണ് ജഗത് കുട്ടൻ്റെ ഇന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻസും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു ഈസിനെസ് മൊത്തത്തിൽ ആ ബോഡി ലാംഗ്വേജിലും കോൺഫിഡൻസ് ജഗത്തിന്റെ മുഖത്തും ഒക്കെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ഈസിനെസ്സും ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. താങ്ക് യു. പിന്നെ എനിക്ക് തോന്നിയ നല്ല ബ്രെത്ത് സപ്പോർട്ടും ഉണ്ടായിരുന്നു. ആകെ മൊത്തം നല്ലൊരു പെർഫോമൻസ്, ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് Thank you. ആയിരുന്നു. പിന്നെ എപ്പോഴും പറയണ പോലെ ഷോൾഡർ, ബി കെയർഫുൾ ഓഫ് യുവർ ഷോൾഡർ. ഇങ്ങനെ പോരുത് കേട്ടോ. ഇങ്ങനെ പോയി ആ ഒരു പോസ്ചർ മാറും കേട്ടോ. അങ്ങനെ മാറാതെ ശ്രദ്ധിച്ച് നേരെ നിന്നിട്ട് പാടാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. വെറുതെ അല്ല ഞാൻ ജഗത് കിഷോര ചന്ദ്രശേഖര ഹരേ മുകുന്ദ എന്ന് വിളിക്കുന്നത്. മുകുന്ദ അല്ലേ? ആ, എങ്ങനെയുണ്ട് പേര്? കൊള്ളാമോ? സൂപ്പർ. ആ, നമുക്ക് നീട്ടിക്കൊണ്ട് വരാം കേട്ടോ. അപ്പൊ മിക്കവാറും ഇത് നമ്മുടെ എപ്പിസോഡ് കൂടി കഴിയുമ്പോഴത്തേക്കും അതെ, ഒരു book മുഴുവൻ, ഒരു page ഒരു full ഉണ്ടാവും kilometer. എഴുതാൻ. പിന്നെ അറിയാത്ത ആരെങ്കിലും കണ്ടിട്ട് വലിയ പേരിങ്ങനെ വിളിക്കും. വിളിക്കട്ടെ. ആ. ലോകമെമ്പാടും അറിയപ്പെടേണ്ട ആളാരാ? ഞാൻ ഞാൻ തന്നെ. ജഗൻ മുഴുവനും അല്ലേ? ജഗത്. ആ, ഇന്നത്തെ പാട്ട് കിടുക്കിയടാ. താങ്ക് യു സാർ. യെസ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഗ്രൂവിൽ, ആ തബല ഗ്രൂവിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ഇൻ ചെയ്തതാണ്. യെസ് Thank you, യെസ് sir. മാത്രമല്ല ഈ പാട്ട് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലെ ടൈലർ മെയ്ഡ്. അതെ. സത്യം. എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാ റേഞ്ചും ഈസിയാണ്. നിന്റെ ശബ്ദത്തിലെ ഏറ്റവും മധുരമായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന റേഞ്ചിലുള്ള പാട്ട്. യെസ്. നാടിടങ്ങഴി ചോറു വിളമ്പി തുമ്പയും തോഴിമാരും മണ്ണിൽ. നാടിടങ്ങഴി ചോറു വിളമ്പി തുമ്പയും തോഴിമാരും വനമുല്ലകൾ
പക്ഷെ കംഫർട്ട് സോണിലുള്ള പാട്ട് എടുത്താലുള്ള ഗുണം മനസ്സിലായ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഈ മുഖം? അത് വേണം കേട്ടാ. അപ്പൊ നമ്മുടെ സോങ് സെലക്ഷനിലാണ്. അത് ഭയങ്കര ടഫ് സോങ് ഒന്നും ഹരിമുരളീരവ് ഒന്നും പാടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഗംഗയെ പാടേണ്ട ആവശ്യമില്ല. മധുമാമൻ കിടുക്കി പാടുന്ന പാട്ടുകളൊന്നും എടുക്കണ്ട. അത് മധുമാമന് മാത്രമേ പറ്റൂ. പക്ഷെ ജഗ്ഗുവിന് പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഇതുപോലുള്ള മെലഡീസ് എടുക്കാം. അതിൽ നന്നായിട്ട് ഈ റേഞ്ച് നമുക്ക് കണ്ട് എടുക്കാം. വെറുതെ എന്നുള്ളത് വെറുതെ എന്ന് പാടിയ പോലെ ഉണ്ടായിരുന്നു. വെറുതെ എന്ന് പറയണം. വെറുതെ വെറുതെ ഒന്ന് പാടിക്കേ. വെറുതെ. ആ അങ്ങനെ സംഗതിയും കൂടി വരുമ്പോ അങ്ങനെയാ. എങ്ങനെ വെറുതെ എന്നായി പോകും. അത് ഇടികൊള്ളാത്തതിന് കുഴപ്പമാണ്. വെറുതെ തന്നെ പാടണം. അത് വെറുതെ പാടിയാ പോരാ. എനിക്കിനി ഒരു കാര്യം കൂടി കേൾക്കണം. ലാസ്റ്റ് കോൺസെൻട്രേഷൻ പോയി എന്ന് പറഞ്ഞാൽ ഭാഗമില്ലേ ഗിറ്റാറിന്റെ, അതെവിടെയാണെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ നോക്കിയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് യാതൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല. അവരത് പദസനിസ അത് വായിക്കാൻ പാടില്ല. അവര് അത് നിർത്തുമ്പോ വായിക്കണ്ട. അത് നേരത്തെ മുമ്പേ വായിച്ചു. അത് ഇപ്പൊ വായിച്ചെന്ന് വെച്ചോ. അപ്പൊ കോൺസെൻട്രേഷൻ പോയി. കോൺസെൻട്രേറ്റ് ചെയ്യണം അതില്. അപ്പൊ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്താലോ. എക്സ്ട്രാ ലാസ്റ്റ് പല്ലവി ഒന്ന് ചെക്ക് ചെയ്താലോ. ചെക്ക് ചെയ്യാം. ജഗത്ത് പറയുന്നല്ലേ, അതിൽ കാര്യം കാണും. നോക്കട്ടെ. ജഗ്ഗു പറഞ്ഞാലും കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞാലും കാര്യമുണ്ട്, ടോപ്പ് ബാൻഡ് പറഞ്ഞാലും കാര്യമുണ്ട്. എന്തായിരിക്കും? അതായത് അവിടെ നിന്ന് വയലിൻ കൗണ്ടർ പോയിന്റ് തുടങ്ങുന്നുണ്ട് ആ ഭാഗത്ത് നിന്ന്. അത് കേട്ടാ പോരെ. പക്ഷെ ഇവിടെ ഗിറ്റാർ വായിക്കാൻ പാടില്ലേ? പക്ഷെ കോൺസെൻട്രേഷൻ ഇതില് നല്ലോണം ഗിറ്റാർ കേൾക്കണ്ടേനി. കോൺസെൻട്രേഷൻ അങ്ങനെ ശരിയാവില്ല. കോൺസെൻട്രേഷൻ നമ്മൾ പാട്ടിലായിരിക്കണം, ഗിറ്റാറിലല്ല നമ്മുടെ കോൺസെൻട്രേഷൻ. നമുക്ക് അവിടെ റെപ്പിറ്റേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ പിന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്തിന്? ചോദ്യല്ലേ? എന്തിനു പറയാണ്? റെപ്പിറ്റേഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടല്ലോ. മയ്യഴിപ്പുഴ വീണ്ടും പാടാനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ അവര് സംശയിച്ചു പോയി. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ ഗിറ്റാർ വായിച്ചാൽ റെപ്പിറ്റേഷൻ നമുക്ക് സംശയമാവുന്നുണ്ട്. അല്ല, പാട്ട് എങ്ങനെയാണെന്ന് സ്ട്രക്ചർ അറിയാലോ അല്ലേ? ഈ ലൈൻസ് എത്ര പ്രാവശ്യം ഉണ്ട്, അത് കഴിഞ്ഞ പിന്നെ ഇത് തുടങ്ങണം എന്നുള്ളതൊക്കെ അറിയില്ലേ? റിഹേഴ്സൽ നോക്കിയതല്ലേ? സംശയം വന്നല്ലോ, കോൺസെൻട്രേഷൻ പോയതാ. നോ, അങ്ങനെ ആവാൻ പാടില്ല. ഒരു 4 മാർക്ക് കുറയ്ക്കാന്ന്. അത് പറ്റൂലേ? ചെറിയ പ്രശ്നല്ലേ? ചെറിയ പ്രശ്നമാണോ? ആണ്. എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നണം. അവര് പറയട്ടെ. അവര് മാത്രം തീരുമാനിച്ച പോരല്ലേ, ഞാൻ നമ്മള് മൂന്നല്ലേ, മണ്ണാണ് നമ്മള്. അതെ, നമ്മളോടാണ് കളി. അപ്പൊ 3 കുറ്റങ്ങളുണ്ട്. ഒന്ന്, ഓർക്കസ്ട്ര ചേട്ടന്മാർക്ക് പഴിചാരി. ചാരാൻ പാടില്ല. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ധരിക്കാൻ പാടില്ല. ഗിറ്റാറിന്റെ ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞ് കോൺസെൻട്രേഷൻ തെറ്റി. ഗിറ്റാറിന്റെ ശബ്ദത്തിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. അവര് പറയട്ടെ എന്ന് പറഞ്ഞു. 4ആയി. അവരെ തെറ്റുകാരാക്കി. എന്താണ് കുഞ്ഞാടെ ഇങ്ങനെയൊക്കെ? ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഇപ്പോ. എന്തൊക്കെ കുറ്റം. എന്നിട്ട് അത് തിരിച്ചു കേട്ടപ്പോ നിനക്ക് എന്താ തോന്നിയേ? അവര് പറയാന്ന് പറഞ്ഞു. എന്നെ വില വെച്ചില്ല. മൂത്ത ആളെ വില വെച്ചു. അഞ്ചാമത്തെ കുറ്റം സമ്മതിച്ചില്ല. സോറി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അത് 6ാമത്തെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല കുറ്റം. സമ്മതിച്ചു. അതുകൊണ്ടൊന്നും കാര്യമില്ല. മാർക്ക് കിട്ടാൻ വേണ്ടിയല്ലേ പരിപാടി നടക്കൂല. മാർക്ക് കിട്ടാൻ വേണ്ടി കുറ്റം സമ്മതിച്ചിട്ട് ഒരു കാര്യമില്ല. അത് കുറച്ചു കൊടുക്ക്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളുണ്ടായെന്ന് മനസ്സിലായല്ലോ. അതനുസരിച്ചുള്ള മാർക്ക് ഒന്നും കിട്ടുള്ളൂ. പക്ഷെ അവൻ സോറി പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അവന് മനസ്സിലായി, തെറ്റ് മനസ്സിലായില്ലടാ. അതെ, ഞങ്ങൾ ക്ഷമിക്കാം, പ്രേക്ഷകർ ക്ഷമിക്കണ്ടേ? നിങ്ങൾ എങ്ങനെയെങ്കിലും ക്ഷമിച്ചോ? ടോപ്പ് ബാൻഡ് ക്ഷമിച്ചു. മീനോട്ട് ഞാൻ ഒരു കാര്യം പറയാം, ആരും ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല. അപ്പൊ ആ ഒരു ക്ഷമ കുറച്ചിട്ട് ഞങ്ങൾ എല്ലാവരുടെയും ക്ഷമയൊക്കെ കുറച്ച് കിട്ടുന്ന മാർക്ക് 99.5 out of 100. ഹാപ്പി ആയില്ലേ? ഒന്ന് പേടിച്ചോ?
ശരിക്കും ഒന്ന് പേടിച്ചില്ലേ? ശരിക്കും പേടിച്ചു കേട്ടോ. ഓക്കെ ബൈ. Good night. ജല്ലു, യെസ്. നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിലാണ് മാർക്ക് വയ്ക്കാൻ പോണത്. ഇങ്ങനെ തന്നെ സംസാരിക്കണം. ഓക്കെ, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഒന്നും ചെയ്യണ്ട. ആര്യ ചേച്ചി, യെസ്, ഇനി നമ്മുടെ പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. റെഡിയല്ലേ? റെഡി. എനർജി കിട്ടാൻ റെഡിയല്ലേ? വളരെ 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 റെഡിയാണ്. എനർജി തരാനായിട്ട് നമ്മുടെ ശ്രീയക്കുട്ടിയാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്രീയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ ഹായ്. ഹലോ. സ്റ്റൈലിലാണല്ലോ. പെർഫോമൻസ് അല്ലേ, അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആയി റെഡും Thank you. ഈ കളർ ഇന്ന് രണ്ടുപേരുണ്ടല്ലോ ഇവിടെ. അതെ അതെ. അമ്മയും വന്നിട്ടുണ്ട്. അതെ. ഇത് അമ്മയുടെ ഡ്രസ് ഒന്നും അല്ലല്ലോ അല്ലേ? അല്ല, ഇത് എന്റെ തന്നെ. ഓക്കെ നമുക്ക് ഈ സ്റ്റൈലിഷ് ഡ്രസ് ഒന്നും ഇല്ല, എനിക്കേ ഉള്ളൂ. ആണല്ലേ? പക്ഷെ ഇത് നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട്. പക്ഷെ താങ്ക് യു. സ്റ്റൈൽ മന്ന. മന്ന ഇത് ഏത് പാട്ടാണ് പാടുന്നത്? ഇന്ന് ഞാൻ മെയ് മാസം ജൂണോടായി പാടാൻ പോവാ. ഓ, മെയ് മാസം ജൂണോടായി പറയുന്ന കാര്യങ്ങൾ ചൊല്ലുന്നു ഐ ലവ് യുടാ. അങ്ങനെയാണോ പാട്ട്? ഐ മെയ് ലവ് മാസം യുടാ. ജൂണിനോട് പറയല്ലേ? ആ. ഐ ലവ് യു ഡാ. ജൂൺ മാസം ജൂണോടായി കൊഞ്ചൊന്നു ലവ് യു ഡാ. അത് ഓക്കേടാ, വേറെ എന്തോ ആണ്. ജൂണിനോടൊന്നും ഓക്കെ ഓക്കെ. അതാണ് പാടാൻ പോണത് ഞാൻ അല്ലേ? കണ്ടിട്ട് ജൂൺ മൊത്തം മഴയായിരിക്കും തോന്നുന്നു കേട്ടോ. ജൂണിനോട് പ്രത്യേകിച്ച് ലവ് യു ഡാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജൂണിലാണ് ബർത്ത്ഡേ അല്ലേ? ആ. ബർത്ത്ഡേ നമ്മുടെ രണ്ടുപേരുടെയും. നമ്മുടെ രണ്ടുപേരും ബർത്ത്ഡേ. ഓ, മഹാന്മാരൊക്കെ രണ്ടുപേരും. ജൂണിൽ ജനിക്കും. എം ജെ സാറുടെ എനിക്കറിയാം, മധു സാറുടെ അപ്പ ജൂൺ 24th. അച്ഛന്റെ ഒരേ. ആണോ? ആണോ? ആഹാ, പിന്നെ ഒരാളും കൂടി ഉണ്ട്. ട്വിൻ. മെസ്സി. ഓഹോ, അങ്ങനെ. പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, MS വിശ്വനാഥൻ സാർ. എന്തായാലും ജൂൺ 24 മെസ്സാക്കി. നശിപ്പിച്ചു. വല്ല ആവശ്യം ഉണ്ടെന്നാ സുജേഷ്? അപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസ് അറിയാം അല്ലേ? യെസ്. Year 2005, movie Alice in Wonderland, music Vidyasagar sir, lyrics Girish Puthanjeri sir, singers Cecily ma'am and Karthik sir. യെസ്, വെരി ഗുഡ്. കേക്കല്ലേ പാട്ട്? കേക്കാം. മെയ് മാസം ജൂണോടായി കൊഞ്ചൊന്നു ലഭ്യൂടാ. ജൂണേഖം ബോൺസായി ചായുന്നു കേടാ. മെയ് മാസം ജൂണോടായി കൊഞ്ചൊന്നു ലഭ്യൂടാ. ജൂണേഖം ബോൺസായി ചായുന്നു കേടാ. സലോമിയ സലോമിയ നിന്റെ കാതൽ കല്യാണമായി. ശരോണിലെ നിലാവുമായി നിന്റെ കാവൽ കല്യാണമായി. മെയ് മാസം ജൂണോടായി കൊഞ്ചൊന്നു ലവ്യൂടാ. ജൂണേഖം ബോൺസായി ചായുന്നു കേടാ. മെയ് മാസം ജൂണോടായി കൊഞ്ചൊന്നു ലവ്യൂടാ. ജൂണേഖം ബോൺസായി ചായുന്നു കേടാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. പൂവുകൾ പൊന്നാമ്പുകൾ വിരിഞ്ഞു നിന്നിലവായി. രാവുകൾ നിന്നോർമ്മ പോൽ പുലർന്നു നീ വിലയായി. ഓരായിരം പ്രകാശമായി നിൻ പ്രേമ നക്ഷത്രങ്ങൾ. ഓരായിരം പരാഗമായി നിൻ മോഹസങ്കൽപ്പങ്ങൾ. ഉപ്പുക്കും പൂവൻ മഞ്ഞിൻ താലോലം താരാട്ടാവാൻ മിന്നൽ പൊന്നു ഞാലാടാനായി. മെയ് മാസം ജൂണോടായി കൊഞ്ചൊന്നു ലവ്യൂടാ. ജൂണേഖം ബോൺസായി ചായുന്നു കേടാ. മെയ് മാസം ജൂണോടായി കൊഞ്ചൊന്നു ലവ്യൂടാ. ജൂണേഖം ബോൺസായി ചായുന്നു കേടാ. യാത്രയിൽ
ശ്രീയക്കുട്ടി ഡാൻസ് ഞെട്ടിച്ചു. ഓ സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യം പറയില്ലേ ഡാൻസ് കുറച്ചുകൂടെ പഠിക്കണം എന്നാ നല്ല രസം ഉണ്ടാവുന്നൊക്കെ. ആ. ഈ നല്ല പ്രാവശ്യം അത് നല്ല വന്നത് രസമുണ്ടായി, ഭയങ്കര രസം നല്ല ഉണ്ടായി. ഗ്രേസ് ഉണ്ടായിരുന്നു, നല്ല ഗ്രേസ് എനിക്ക് ഉണ്ടായിരുന്നു. വെസ്റ്റേൺ നല്ലോണം കളിക്കാം, പക്ഷെ ക്ലാസിക്കൽ എനിക്ക് തീരെ പറ്റില്ല, അതാ പ്രശ്നം. ഓ ഓ ഇത് അപ്പൊ ഞങ്ങൾ ഇനി വെസ്റ്റേൺ ഡാൻസ് തന്നെ ചെയ്യിപ്പിക്കും. നോക്കിക്കോ. ഈ വെസ്റ്റേൺ ഈസ്റ്റേൺ എന്നുള്ളതല്ല, യു ആർ എ വെരി ഗ്രേഷ്യസ് ഡാൻസർ യെസ് 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 യെസ്. ആൻഡ് എ വെരി നാച്ചുറൽ ആയിട്ട് ആ ഒരു ടാലന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണ അല്ല. ഇത് കാണുമ്പോഴത്തേക്ക് അതാണ് തോന്നി കേട്ടോ. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആണ് Yes, നമ്മുടെ one of the best. ടോപ്പ് സിംഗർ സീസൺ 6 തന്നെ. താങ്ക് യു. ശ്രീയുടെ മാത്രമല്ല, എല്ലാം ആകെ മൊത്തം എടുത്താൽ തന്നെ ഇതൊരു യാ വളരെയധികം നമുക്ക് തോന്നും ചിലപ്പോൾ ഇത് ഡ്യുവറ്റ് ആയതുകൊണ്ട് എടുത്താൽ പൊങ്ങോ എന്നൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് അതിര് കടത്തി. താങ്ക് യു. പിന്നെ ആ ലലല ഒരു ഏരിയ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ ഓപ്പൺ ആക്കിയാൽ നന്നായിരിക്കും എനിക്ക് തോന്നി. ഇതൊക്കെ സജഷൻസ് ആണേ. ആ. പിന്നെ രണ്ടാമത്തെ ആ ഡാൻസ് കഴിഞ്ഞിട്ട് ചെറിയൊരു ഫോക്കസ് ഔട്ടായി പോയി. അതെ അതെ. അവിടെയാണ് ചരണം യാത്രയിൽ യാത്രയിൽ തുടങ്ങിയപ്പോ നിന്നുള്ള അവിടെ കുറച്ച് ആ ഡാൻസിലായി പോയി. സാരമില്ല കേട്ടോ. അത് പിന്നെ പെട്ടെന്നാ തുടങ്ങണത്, ബീജിന്ന് പെട്ടെന്നാ തുടങ്ങണത്. അപ്പൊ അതിന്റെ ഒരു ചാഞ്ചല്യം. പിന്നെ നമ്മൾ എൻഡ് കോഡ എന്ന് പറയും, അത് വെരി എൻഡ്, അത് ഋതമാണ് അല്ലെ അവസാനിപ്പിക്കുന്നത്. ആ ഋതം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഒരു ഡാൻസ് നമ്പറാക്കി മാറ്റി അത് കൊണ്ടുവന്ന്. അപ്പൊ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്, കാരണം പാട്ട് കഴിഞ്ഞു. ആ, അതെ. കംപ്ലീറ്റ് ട്രാക്കിൽ നമ്മൾ എൻഗേജ് ചെയ്തു എന്നുള്ളതാണ്. യെസ്. അതെ ഈ ട്രാക്ക് ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് രസപ്പെടുത്തുന്ന അതെ, ഇത് യഥാർത്ഥത്തിൽ ഒരു പെർഫോമൻസ് തന്നെയാണ്. താങ്ക് യു. റിയൽ പെർഫോമൻസ്, താങ്ക് യു. ഒരു സംശയമില്ല. സിസ്ലി ഇത് പാടിയിട്ടുണ്ട്. സിസ്ലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകാരിയാണ്. എനിക്ക് വേണ്ടിയിട്ടും പാടിയിട്ടുണ്ട്, പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഭയങ്കര മിടുക്കിയാണ്. സിസ്ലിയുടെ വോയിസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ പാട്ട് കേട്ടിട്ടാണ് പിന്നെ ഞാൻ സിസ്ലിയെ എൻ്റെ പാട്ടുകൾ പാടാനായിട്ട് വിളിക്കുന്നത്. ഇപ്പൊ ചെന്നൈയിലുണ്ട്. അപ്പൊ അങ്ങനെ സിസ്ലിക്ക് ഒരു ഹായ് സിസ്ലി. പിന്നെ കാർത്തിക്കാണ് അല്ലേ, കാർത്തിക്കിനെ മലയാളത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആക്കലേ എന്നുള്ള പാട്ടിലൂടെ. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ആൾക്കാരാണ് ഇത് പാടിയിരിക്കുന്നത്. സോ ഹൃദയത്തിൽ കയറി. താങ്ക് യു സർ. ഇറ്റ് വിൽ ലിങ്ക് ഫോർ സം താങ്ക് ടൈം. യു സർ. ഓക്കെ. ശ്രേയക്കുട്ടി, യെസ് സർ. ഇതുവരെ കാണാത്തൊരു ശ്രേയക്കുട്ടിയെ ഞങ്ങൾ ഇന്ന് കണ്ടു. താങ്ക് യു സർ. എന്തായിരുന്നു പെർഫോമൻസ്? താങ്ക് യു. എന്തായിരുന്നു ഡാൻസ്? താങ്ക് യു. നന്നായിട്ട് പാടി. ശ്രീകുട്ടിയുടെ ശക്തമായ തിരിച്ചുവരവ് താങ്ക് യു. എന്നാണ് ഇതിനെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. താങ്ക് യു സർ. വളരെ നന്നായിരുന്നു, നല്ല എനർജറ്റിക് ആയിരുന്നു, നന്നായിട്ട് നല്ല ജോഷിൽ പാടി. ഈ പറഞ്ഞ ഹമ്മിങ് കുറച്ചും കൂടി തുറന്നു പാടി നല്ലതായിരുന്നു തോന്നി. പിന്നെ ആ ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. താങ്ക് യു സർ. പിന്നെ അനുപല്ലവിയില് പൊൻപൂവുകൾ അതിന് പൂവുകൾ കുറച്ചൊന്ന് രണ്ടാമത്തെ പൂവുകൾ കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ചരണം തുടങ്ങിയ ഡാൻസ് കഴിഞ്ഞിട്ട് ബീജ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചാടിയെടുത്ത ആ യാത്രയിൽ അതാണ്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് 1000 നിമന്ത്രമായി നിന്റെ നെഞ്ചുരുമ്മീടും ഞാൻ, 1000 തരംഗമായി നിന്റെ കാൽ തലോടും ഞാൻ. ആ ഭാഗമല്ലേ സൂപ്പർ, വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ അതേ പോർഷൻ അനുപല്ലവിയിലും വളരെ മനോഹരമായിരുന്നു. താങ്ക് യു.
മിടുക്കിയാണ്, താങ്ക് യു മിടുക്കി, മിടുക്കി. താങ്ക് യു വെരി ഗുഡ്. താങ്ക് യു. ശ്രീകുട്ടി, യെസ് മാം. എനിക്ക് ജോത്സ്നേച്ചിനെ അവിടെ ഇങ്ങനെ വെച്ച പോലെ തോന്നുക, ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. അത് ഇന്നത്തെ ആ പെർഫോമൻസും കൂടെ കഴിഞ്ഞപ്പോൾ ശരിക്കും അയ്യോ വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ഇന്നത്തെ പെർഫോമൻസ് കേട്ടോ. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് തോന്നിയത് ശ്രീകുട്ടിയുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്, എന്നാൽ പാട്ട് നല്ല കംഫർട്ടബിൾ ആയി പാടുകയും ചെയ്തു. വെരി കംഫർട്ടബിൾ. താങ്ക് യു. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ട് കംഫർട്ടബിൾ ആയി പാട്ട് പാടിയ പോലെ. അതായത് എന്താ പറയാ, കഴിവുകളെല്ലാം കുറച്ചും കൂടെ എന്താ പറയാ അപ്ഗ്രേഡ് ആയി. Thank എല്ലാം you. അപ്ഗ്രേഡായി മൊത്തത്തില്. ടെക്നിക്സ് അപ്ഗ്രേഡായി. എന്താ പറയാ, മൊത്തം പാട്ട് ആകെ യൂസ് ചെയ്തു നന്നായിട്ട്. ശ്രീകുട്ടിയുടെ കഴിവ് ബെസ്റ്റ് ആയിട്ട് ശ്രീകുട്ടി കാണിച്ചു ഇന്നത്തെ Thank you. പെർഫോമൻസിൽ. അത് ആ ഒരു എനർജിയിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. ഈ എനിക്ക് ഫോം വിടണ്ടാട്ടോ. ക്രിക്കറ്റേഴ്സിനൊക്കെ ഫോം എന്ന് പറയില്ലേ, നല്ല ഫോമിലാന്ന്. അതുപോലെ ഇപ്പൊ നല്ല ഫോമിലാണ്. ആ ഫോം കളയണ്ട. ഓക്കെ. യെസ്, അത് അങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ടേക്ക് പോട്ടെ. ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് സെലക്ട് ചെയ്യുക. ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് മാൻ. Yeah. You are so good. Yes. You are so good. Thank you. With an amazing voice. കേട്ടോ, മിടുക്കിയാണ്. പ്ലസ് എനിക്ക് ഇന്നത്തെ ആ കോസ്റ്റ്യൂമും ചോയ്സ് ഓഫ് കോസ്റ്റ്യൂമും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിൽ വളരെ മാച്ച് ചെയ്തിട്ടുണ്ട്. വളരെ മാച്ച് ആയിട്ടുണ്ട്. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ശ്രീകുട്ടിക്ക് മൂവ് ചെയ്യാനും ഡാൻസ് ചെയ്യാനും ഒക്കെ Confidence പറ്റുന്നു. കൊടുക്കുന്നുണ്ട്. എക്സാക്ട്ലി. Yes, yes. അങ്ങനെ ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. യെസ് ശ്രീകുട്ടി, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിടുക്കി. താങ്ക് യു. ഈ ഒരു പെർഫോമൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ശ്രീകുട്ടിക്ക്. അതെന്തായിരിക്കും? സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺ ആണോ? അതൊരു നല്ല കാര്യമാണ്. ടു എ പോയിന്റ്. യെസ്. പക്ഷെ എനിക്ക് ഐ ഹാവ് സം അതർ പോയിന്റ്. അതായത് വെൻ യു ഷെഡ് യുവർ ഇൻഹിബിഷൻ, അവിടെയാണ് നമ്മളെ കണ്ടെത്താൻ പറ്റുന്നത്. യെസ്. കംഫർട്ട് സോൺ മാത്രമല്ല, ഇൻഹിബിഷൻ ഉണ്ട്. കംഫർട്ട് സോൺ ആയിരിക്കും, ഇത് ചെയ്യാൻ കംഫർട്ട് സോൺ ആണല്ലോ, പക്ഷെ ഇൻഹിബിഷൻ ആണ്. ഇത് വേണോ വേണ്ടയോ, ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഞാൻ ചെയ്ത അതിൽ നിന്ന് മോചിതയാണ്. അതിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്യണം. യെസ്. ആ ജയിൽ ബ്രേക്ക് വേണം. നമ്മൾ തന്നെ നമ്മളെ ഒരു ജയിലിടുന്നതാണ്. അത് പൊട്ടിക്കുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. ഈ 10x10 എന്ന് പറഞ്ഞാൽ എത്രയാ? 10x10 100. 20x5 എന്ന് പറഞ്ഞാൽ എത്രയാ? 20x5 100. ആണോ? 15x2 എന്ന് പറഞ്ഞാൽ എത്രയാ? 100. 25x4 100. So you're going to be awarded 100 on 100 today. Thank you. Yes. 2 stars. Thank you. Thank you. ഈ 100 എന്ന് കിട്ടിയതിന്റെ കാരണം എന്താ? കംഫർട്ട് സോണിന് ഓപ്പൺ ചെയ്തു, ഇൻഹിബിഷൻ ഷെഡ് ചെയ്തു. അതുകൊണ്ടാണ് 100 തന്നത്. താങ്ക് യു. ഓഫ് കോഴ്സ് നമുക്ക് 1-2 പിന്നെ ഇംപെർഫെക്ഷൻസ് പിന്നെ മാത്രമല്ല, ഈ പെർഫോമൻസ് റൗണ്ടിൽ പല കുട്ടികളും വന്നിട്ട് ശരിക്കും പെർഫോമൻസ് റൗണ്ട് ആവാറില്ല പൊതുവെ. വളരെ അപൂർവം കുട്ടികളാണ് ഇതുപോലെ ഒരു എനർജി ഇങ്ങോട്ടേക്ക് എനർജറ്റിക് കൺവേ ആയിട്ട് ആവാറില്ല പലപ്പോഴും. പെർഫോം ചെയ്ത് പാടുന്നത്. അപ്പൊ അതില് ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അന്ന്. താങ്ക് യു. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് 100 Yes. Yes. 100 Okay. മാത്രമല്ല, ആ 2 സ്റ്റാർസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. മധുമാമന്റെ ഒന്നും കിട്ടിയില്ലേ? അത് വെറുതെ കൊടുക്കാറില്ല. അത് ഇനി അടുത്തതില് ഫോം നഷ്ടപ്പെടാതെ തിരിച്ചു വന്ന് പാടാനുള്ള 2 stars ആണ് അത്. ഓക്കെ. ഓക്കെ. അപ്പൊ ആ സ്റ്റാർസ് പിടിച്ചെടുത്തോ? ഓക്കെ. പിടിച്ചു. അപ്പൊ പോരട്ടെ, നമ്മുടെ ചുന്ദരമണിക്ക് ഒരു മധുര മഴ. താങ്ക് യു. Congrats, റിയക്കുട്ടി. താങ്ക് യു. റിയക്കുട്ടിയാണ് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. എന്നാ അമ്മ അച്ഛനും കൊടുക്കട്ടെ അച്ഛനും അല്ലേ? ഒരുമിച്ച് കൊടുക്കട്ടെ. അപ്പം ബായോ, അപ്പൊ രണ്ടുപേരും അമ്മയച്ഛനും welcome. നമുക്ക് പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? MJ സാർ കൊറേ ആയിട്ട് എനിക്ക് തന്നു. അന്ന് MJ സാർ ചെല്ലു. തന്നിട്ടില്ല. നിങ്ങൾ തരണ്ടാന്ന്. MJ സാർ മതി എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഒരു പ്രശ്നമുണ്ടെന്ന്. അതെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു ദൃശ്യത്തിലെ മോഹൻലാലിന്റെ ഡയലോഗ് ആയിരിക്കും പറയാൻ പോണേ. അമ്മയച്ഛന് ഭയോ, അവൾ ഒഴിവാക്കിയാലും ഞാൻ ഒഴിവാക്കൂല. അപ്പൊ ആരുണ്ടാവുക? ഇതുപോലെ ഒരു മുത്തായിട്ടുള്ള ഒരു മകളെ കിട്ടിയില്ലേ, അതിനും വലിയ ഭാഗ്യം എന്താണ് സോയിഷേ? അതാണ്, ഒരു മുത്തു മഴയാണ് ഇവിടെ പെയ്തത്. അതിനു മുമ്പേ സംഗീതത്തിന്റെ മുത്തുകൾ ഇങ്ങനെ പെറുക്കി നമ്മളിലേക്ക് എറിഞ്ഞു തന്നു. അപ്പൊ എന്ത് കിട്ടി? മധുരമഴ കിട്ടി. അല്ലേ? ഇപ്പൊ ഒന്നുകൂടെ ഇരിക്കട്ടെ, ഈ കിൻഡർ മോക്സ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ് ആണ്. അപ്പൊ ചേട്ടാ, ചേച്ചി. അച്ഛനും അമ്മയ്ക്കും മകൾക്കും ശുഭരാത്രി. അതെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.
നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ദയോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ ഞാൻ പ്രേക്ഷകരുടെ അടുത്തൊരു ഹാപ്പി ന്യൂസ് പറയാൻ പോവാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ഒന്നുകൂടെ പറയാണ് കേട്ടോ, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 7 എല്ലാവരും നോക്കിയിരിക്കുന്നതാണ്. ടോപ്പ് സിംഗർ സീസൺ 7ന്റെ ഓഡീഷൻസ് ഒക്കെ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരുന്ന് നമ്മുടെ എറണാകുളത്തും ഓഡീഷൻ വന്നിരിക്കുകയാണ്. ഈ വരുന്ന 20, 21 തീയതികളിലായിട്ട് എറണാകുളം വൈറ്റില മെർമെയ്ഡ് ഹോട്ടലിൽ വെച്ചിട്ടാണ് സീസൺ 7 നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 7ന്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതുവരെ പങ്കെടുക്കാൻ പറ്റാത്ത എല്ലാ ആളുകളെയും അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാണ്. 14 വയസ്സിൽ താഴെയുള്ള പാട്ട് പാടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരെയും ടോപ്പ് സിംഗർ ടീം വെൽക്കം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ആരും ഈ ചാൻസ് മിസ് ഔട്ട് ചെയ്യരുത്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇന്ന് തൽക്കാലത്തേക്ക് ടാറ്റാ ബൈ, സീ യു.